ഈശ്വമിശേഖ് സുധീരിക്കട്ടെ. പുതിയൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, പുതിയൊരു മിഷൻ സ്റ്റേഷൻ. ബാലസൂരിൽ നിന്ന് ഏകദേശം ഒരു 6.5 മണിക്കൂർ ബസ് യാത്ര ചെയ്താലാണ് ബാലസൂർ ഒരു ഡയസിന്റെ തന്നെ സ്വന്തം ഒരു ഇടവകയായ ബൊണവ പാരിഷിലാണ്. അതാണ് ദേവാലയം, പള്ളി പിന്നീട് നമുക്ക് കാണാം. ഇതാണ് അച്ഛന്റെ പള്ളിമേട. തുടർന്ന് ഇങ്ങനെ വിശാലമായ സ്ഥലമാണ്. ഒരു വലിയ മിഷൻ സ്റ്റേഷനാണ് ഈ ബാലസൂർ രൂപതയുടെ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇത് നമ്മുടെ മട്ടൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹായ്, സേ ഹായ്. ഇത് ഈ ദേവാലയത്തിന്റെ കാറ്റക്കിസ്റ്റാണ്. എന്താണ്, വില്ലേജുകളിൽ പോകാനും അവർക്ക് അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ക്ലാസ്സുകൾ എടുക്കാനും വിശ്വാസം പറഞ്ഞു കൊടുക്കാനും അവരുടെ ട്രൈബൽ ഭാഷയിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഈ ഇടവകയുടെ ഒരു നെടുന്തൂണായ മനുഷ്യനാണ് മട്ടൈ. എല്ലാവിധ ആശംസകളും പ്രത്യേകം കണ്ണൂർ രൂപതയുടേത് നേരുകയാണ്. ജേസു. അപ്പൊ ഇതാണ് ബൊണുവ പാരിഷ് ദേവാലയം. ഇതിനുള്ളൊരു കുഞ്ഞു കുരിശ് കാണാം. ഇതിനു മുമ്പ് തീരെ ചെറിയ കുരിശായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ കുരിശിന് വലിപ്പം കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതൊരു പാരിഷ് ഹാള് പോലെ തുടങ്ങി പതുക്കെ പതുക്കെ ഒരു ഇടവക ദേവാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 1200ഓളം പേര് താമസിച്ചുള്ള ധ്യാനമൊക്കെ നടന്നിട്ടുണ്ട്. 3 ദിവസത്തെ ഇവിടെ തന്നെ പള്ളിയിൽ തന്നെ താമസിച്ച്, പിന്നെ സ്ത്രീകളെ സമീപത്തുള്ള വിശ്വാസികളുടെ വീടുകളിലൊക്കെ താമസിച്ച്, അങ്ങനെ ഒരു വലിയ ചരിത്രം പോലെ 1200ഓളം പേര് ഇവിടെ ധ്യാനിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, അപ്പോൾ ബൊണുവ ദേവാലയത്തിലാണ്, പാരിഷ് ദേവാലയത്തിൽ ഞാനുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഈ ബൊണുവ ഇടവകയുടെ വികാരിയച്ഛനാണ്, ചാലക്കുടിക്കാരനാണ് ഫാദർ ജോർജ്. ഈ ഇരിക്കുന്നത് ഈ കുർബാനയ്ക്ക് ഇരിക്കാൻ വേണ്ടി നിലത്ത് തണുപ്പടിക്കാൻ വേണ്ടി ഷീറ്റാണ്. ഇവിടെയുള്ള ആളുകൾ കുറച്ച് 3-4 ദിവസങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഈസ്റ്ററിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. പിന്നെ ഇത് ഒറീസയിലെ ഒരു ഇന്റീരിയർ ഇടവകയാണ്. ബൊണുവ എന്നാണ് ഇതിന്റെ പേര്. ബാലസോർ ഡയസിസിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്റർ അകലെയാണ് ഈ പാരിഷ് വരുന്നത്. ഞങ്ങൾക്കിവിടെ ഏകദേശം ഒരു 100ഓളം ഫാമിലിയുണ്ട്. പക്ഷേ കൂടുതലും വളരെ ദൂരെയാണ് എല്ലാ വീടുകളും ഉള്ളത്. 40-45 കിലോമീറ്റർ അകലെയാണ് ഓരോരോ വില്ലേജുകളും ഉള്ളത്. അപ്പോൾ കൂടുതലും വില്ലേജ് മിനിസ്ട്രിയാണ് നമുക്കുള്ളത്. അങ്ങനെയൊക്കെ കർത്താവിന്റെ സുവിശേഷം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. താങ്ക് യു ഫാദർ. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ മിഷൻ മേഖലകളിൽ കുറേ അച്ഛന്മാർ വളരെ ടീമായിട്ട് വളരെ സൗഹൃദത്തോടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു 6-7 അച്ഛന്മാർ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റു മതസ്ഥരായാലും ഇപ്പം ഇവിടുത്തെ വിശ്വാസവും ദേവാലയത്തേക്ക് അംഗീകരിച്ചു തുടങ്ങി. ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഏകദേശം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നു. അതിൻ്റെ വലിയ തെളിവാണ് ഈ കുരിശ് ഇനി വലുതാക്കാനൊക്കെ. ഇനി വേണമെങ്കിൽ പള്ളിയുടെ മുഖവാരം ഉയർത്തിയൊരു കുറേയും കൂടെ വലിയൊരു വിസ്തൃതിയുള്ള ദേവാലയത്തിൻ്റെ മുഖവാരം കൊണ്ടുവന്നാലും വലിയ കുഴപ്പമില്ല എന്ന് അച്ഛൻ പറയുണ്ടായി. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഈ വിശുദ്ധവാരൊക്കെ ഏതാണ്ട് ദൂരെ നിന്നും വരുന്നവരൊക്കെ ഈ പള്ളിയിൽ തന്നെ താമസിക്കുകയാണ്. ഇവർക്ക് അരിയും അതൊക്കെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവർ ഭക്ഷണമൊക്കെ വെച്ച് ഇവിടെ തന്നെ താമസിച്ച് വിശുദ്ധവാരൊക്കെ കൂടി മടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ്. Happy Easter. ഇത് ജോത്സനെ കൊണ്ട് ഹാപ്പി ഈസ്റ്റർ. താങ്കൾ പോലെ എത്ര ആളുകൾ നമുക്ക് ശ്രദ്ധിക്കില്ല.